ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണത്തിൽ ഞാൻ പറയുന്നിട്ടുണ്ട്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു പാസ്വേഡ്, യൂസർ നെയിമൊക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ID കാർഡ് കിട്ടിയ ശേഷം നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഏത് വർഷം, ഇപ്പോൾ 3 ഇയർ ആണെങ്കിൽ 3 ഇയറിലേക്ക്, 4 ഇയർ ആണെങ്കിൽ 4 ഇയറിലേക്ക്, 2 ഇയർ കോഴ്സുകളാണെങ്കിൽ 2 ഇയർ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പോലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ID നമ്പറും കാര്യങ്ങളൊക്കെ, എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാനുള്ള ആകെ മാർഗ്ഗം എന്ന് പറയുന്നത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തുറന്നു വരും. ഓപ്പണായി വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പർ, അത് പലർക്കും ഡൗട്ടാണ്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ പേപ്പറിൽ ഒരു കൺട്രോൾമെൻറ്റ് നമ്പർ കാണിക്കുന്നുണ്ടാവും. അതാണോ എൻറോൾമെൻറ്റ് നമ്പർ എന്ന് ചോദിക്കാറുണ്ട്. അതല്ല, എൻറോൾമെൻറ്റ് നമ്പർ വേറെ തന്നെയാണ്. നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ എന്നൊക്കെ പറയുന്നത് പോലെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. ആ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കോഴ്സ് കോഡ്, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ കോഴ്സ് കോഡും അതുപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആ ലിങ്കിൽ കാണുന്നതിൽ നിങ്ങൾ കോഴ്സ് കോഡും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഹോൾ ടിക്കറ്റ് കാണാൻ പറ്റും. ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങളെ പേര്, പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണ്, നിങ്ങൾക്ക് ഉള്ള ടൈം എപ്പോഴാണ്, എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് പ്രിൻ്റ് എടുത്തിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നത്. ഗുഡ് ബൈ.